അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? വളരെ സന്തോഷവതിയായിട്ട് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടാവും. ഇന്നൊരു സസ്പെൻസ് ആണ്. എന്ന് TN എക്സാം റിസൾട്ട് ആണ് കേട്ടോ, SSLC. അപ്പൊ നമ്മള് പാസ്സായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. എന്നാലും പാസ്സായി എന്ന് പറയുന്നത് അത് വലിയൊരു വിഷയം തന്നെയാണ് കേട്ടോ. അത് പാസ്സായി, അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളോട് എല്ലാവരും ഒട്ടും കൂടി ഇതൊന്ന് അറിയിക്കണം എന്നുണ്ട്. കാരണം നിങ്ങൾ മോളെ റിസൾട്ട് കാണിക്കുമോ ചോദിക്കാറില്ല, അതുകൊണ്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ പാസ്സായിട്ടുണ്ട്. മാർക്ക് ഞാൻ അതാ അവിടെയാണ് കേട്ടോ. മാർക്ക് ഈ ഒരു മാർക്കിൽ പാസ്സായിട്ടുണ്ട്. ഇവിടെ 5 സബ്ജക്റ്റാണ് 10th. അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് തന്നെ മലയാളമാണ് കേട്ടോ. ആ മലയാള ടൈമിൽ മലയാളം എഴുതാൻ പറ്റില്ല, തമിഴാണെന്ന് പറഞ്ഞതും പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മലയാള സബ്ജക്റ്റിലും തമിഴ് സബ്ജക്റ്റിലും ഒരേ മാർക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പഠിക്കാതെ തമിഴിലും മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സന്തോഷം. എൻ്റെ മോള് എക്സാം എഴുതി വന്നു. എന്നിട്ട് ഇവിടുന്ന് ആ ഒരു 10th ക്ലാസ്സിലത്തെ TN തമിഴ് എക്സാം എഴുതി. അതിലും മലയാളത്തിലും ഒരേ മാതിരി, 2 നാടിനും ഒരേ മാതിരി സ്നേഹിച്ചിട്ടുള്ള എക്സാമിൽ ഒരേ മാർക്ക് 75. തമിഴിൽ 75, മലയാളത്തിലും 75. അപ്പോൾ 2 നാടിനും ഒരേ മാതിരി സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിക്കൊണ്ട് അതിനേറെ സന്തോഷം വേറെ എന്തുണ്ട് അല്ലേ? അപ്പോൾ 2 വിഷയവും നല്ല മാർക്ക് കിട്ടി. പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വിജയിച്ചിരിക്കുന്നു കേട്ടോ. അത്രക്ക് അങ്ങ് വലിയ മാർക്കില്ലെങ്കിലും മാർക്കുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചെന്നില്ല, ആ മാർക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇനി അടുത്ത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. A+ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. പിന്നെ നമ്മളെ മക്കൾ വിജയിച്ചോ? ഇന്നലെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഉറപ്പേ മാർക്ക് ഉണ്ടാകുമോ, തോൽക്കോ. പക്ഷെ എനിക്ക് ഉറപ്പാണ് അവള് തോൽക്കൂലെന്ന്. ഞാനിങ്ങനെ വെച്ചാലും അവള് തോൽക്കൂലെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല മാർക്ക് കിട്ടി. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത എന്ത് ചെയ്യാ പറ. നല്ലൊരു കോഴ്സ് പഠിക്കുക. അപ്പൊ A+ല്ല കേട്ടോ. നമ്മളെ മക്കള് എത്ര മാർക്ക് വാങ്ങിയാലും അവരെ നമ്മള് അങ്ങ് പുകഴ്ത്തുക, അതോളൂ. മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും അങ്ങോട്ട് പുകഴ്ത്തുക അല്ലേ? പക്ഷെ ഇവരെ സ്കൂൾ കേട്ടോ നല്ലൊരു സ്കൂളാണ്. സെന്റ് തോമസ് ആണ്. സ്കൂളിന്റെ പേര് ആ ബ്രാഞ്ച് ചെന്നൈയിലുണ്ട്. നമ്മള് മലയാളത്തിലുള്ള എത്ര പേര് ഓരോരോ നാട്ടിൽ പോയിട്ട് ഈ ലാംഗ്വേജിന് കഷ്ടപ്പെടുന്നു, അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഇവരെ സ്കൂളുണ്ട് കേട്ടോ. മലയാള സ്കൂള്, മലയാളം മീഡിയം സ്കൂള്, നല്ലൊരു സ്കൂളിൽ കിട്ടിയ എൻ്റെ മോള് പഠിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാർക്ക് ഇത്ര കിട്ടിയാലും ഒരുപാട് സന്തോഷം കിട്ടും. ഞാൻ അവളോട് ഇന്നലെ പറഞ്ഞേ 200 മാർക്ക് കിട്ടുക എൻ്റെ പൊന്നെ, ജയിക്കുമോന്ന് ചോദിച്ചപ്പോ പറയാണ്. അപ്പോ എന്നെ നോക്കിയിട്ട് ഫുള്ളാന്ന് പറഞ്ഞിട്ട് പേടിച്ചും കാണിക്കും. എന്തിനു പേടിക്കണം? ഒന്നിനും പേടിക്കണ്ട. ജയിക്കാണിച്ച് ജയിക്കും, തോൽക്കാണിച്ച് തോൽക്കും. പക്ഷെ ഇവള് ജയിക്കുന്നില്ല ഉറപ്പ് എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. ടീച്ചർമാർക്കും ഉറപ്പുണ്ടായിരുന്നു. ടീച്ചർമാർക്ക് അറിയാം അവര് പഠിപ്പിക്കണ കുട്ടികള് ഏത് മാർക്കിലുണ്ട്, വിജയിക്കൂല. ഇവരെ ക്ലാസ്സിൽ ആരും തോൽവിയൊന്നുമില്ല കേട്ടോ, എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സ്കൂളാണ്, നല്ലൊരു മോളാണ്. അപ്പൊ മാർക്ക് കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറഞ്ഞ മാർക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ എനിക്ക് കാണിക്കണത് മോശമാണോ തെറ്റാണോ എന്നറിയില്ല. എന്തായാലും കുറഞ്ഞ 0ൽ നിന്ന് നമ്മൾ പൊങ്ങണം, അപ്പോഴും ഞങ്ങൾക്ക് വിജയം ഉണ്ടാകാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കണം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് മാർക്ക് വാങ്ങണം, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറേ ഇത് കൊടുത്തിട്ടില്ല, ഡിസ്റ്റർബ് കൊടുത്തിട്ടില്ല. അവളെ ഇഷ്ടത്തിന് അവൾ പഠിക്കട്ടെ. രാവിലെ എണിച്ചിട്ട് അവൾ എന്താ ചെയ്യാറെന്നറിയോ? അവളെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാറാ എക്സാമിന്റെ രാവിലെ. എന്നിട്ട് അവൾ ഈ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ പഠിച്ച നല്ലൊരു മാർക്ക് വാങ്ങും. നല്ല മക്കൾ ഏത് നിലക്കാണ് പഠിക്കേണ്ടത് മക്കളെ തീരുമാനമാണ്. ആ മക്കൾ പഠിക്കേണ്ടത് അവര് തീരുമാനമാണ്. നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കാന്നല്ലാതെ അവർക്കും കൂടി അത് വേണ്ടേ. പ്രഷർ കൊടുത്ത് ശരിയല്ലല്ലോ. അപ്പൊ അത് കാരണം അവളെ രീതിയിൽ വിട്ട് അവള് പഠിച്ച് അവളെ എക്സാം എഴുതി അവള് മാർക്ക് വാങ്ങി അവളെ ലൈഫായി. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളൂ കേട്ടോ.
അപ്പൊ മക്കള് ഇത്ര മാർക്ക് വാങ്ങിയിട്ട് ഇവളിങ്ങനെ സംസാരിക്കണോന്ന് പറയണ്ട കേട്ടോ. മാർക്കിലൊന്നുമല്ല, വിജയിച്ചോ അതാണ് മാർക്ക്. വിജയിച്ചു, ചെറിയ മാർക്കാണെങ്കിൽ വിജയിച്ചു, അൽഹംദുലില്ലാ. ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇനി സ്കൂളിൽ പോയിട്ട് ബാക്കി കാണാം. അപ്പൊ എന്താ മനസ്സേ എന്ത് ചെയ്യാൻ പറയാ? അപ്പൊ പറ. അപ്പൊ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് എൻ്റെ മോളെ റിസൾട്ട് എന്ന് പറഞ്ഞേ. എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. എത്ര മാർക്കാണ് ചെയ്യലും ഒരു മടിയില്ല. എന്തിനു നമ്മൾ മടിക്കണം? നമുക്ക് 0 കിട്ടിയാലേ പബ്ലിക് അറിഞ്ഞ എന്താ ഈ ചില മക്കളുണ്ടാവും അതങ്ങനെ കാണിക്കാതെ വിടും. അധിക പേരും അങ്ങനെയാണ് കാണിക്കില്ല. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ എല്ലാ സ്റ്റോറിയിലും പോയാക്കുമ്പോളെ മാർക്കാണ്. ഫുള്ളായിട്ട് മാർക്ക് എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് മാർക്കാണെങ്കിലും ജയിച്ചില്ലേ, ആ ജയിച്ചൊരു സന്തോഷം മക്കളെ. വെറും A+ ഉള്ളവരുടെ അടുത്ത് മാത്രം അങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഞാനങ്ങനെ എൻ്റെ മക്കളെ തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും എല്ലാവരോടും പബ്ലിക്കായിട്ട് മനസ്സിലൊന്നും വെക്കാതെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. പുതിയൊരു വീഡിയോ കാണാം. ബൈ.